ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അമ്മ പറഞ്ഞു ഒരു കപ്പ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കപ്പയ്ക്ക് ഇപ്പം എനിക്കിപ്പോൾ കൂടിയപ്പോൾ ഒരു കൊണ്ടാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മെരട് നമുക്ക് കളിച്ച് നോക്കാം, നന്നാവട്ടെ നന്നാവാതിരിക്കട്ടെ, നമുക്ക് അത്രല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു മെരട് നിലത്ത് നട്ടെ ഈ കപ്പ ഒന്ന് കളിച്ച് നോക്കാനാണ് പോകുന്നത്. ഇതൊന്ന് കളിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാമല്ലേ. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എന്താ വെച്ചാൽ അതിൻ്റെ അടിയെല്ലാം വെറും മാളെല്ലാം എലിയും പെരിച്ചായി എല്ലാം നിറഞ്ഞ സ്ഥലമാണ് ഇത് ഞാൻ അന്നേരം വെറുതെ ഇടൊന്നും നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നില്ല മാളം കണ്ടതാ, ഇത് കണ്ട, ഇവിടെ കണ്ട മാളം, ഇതേപോലത്തെ മാളമുള്ള സ്ഥലമാണ് ഇത് കണ്ട, ഇതേപോലെ മാള ഇവിടെ കണ്ടില്ലേ, ഇത് കണ്ട, ഇതേപോലെ മാളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കിഴങ്ങുണ്ടോയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഞാനതവിടെ നിന്ന് നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ കളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വേണ്ട കളിച്ചു തരാമല്ലോ. ഉണ്ടോയെന്നൊന്നും അറിയില്ല. കൊള്ളീൻ്റെ വണ്ണം കാണുന്നതുകൊണ്ട് ഞാൻ കളിച്ച് നോക്കുന്നതാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് പറയണ്ടെങ്കിൽ എനിക്ക് കളിച്ച് നോക്കിയാലേ പറയാൻ കഴിയും. അതാണ് ഇതില്ലേ, ഒന്നും എവിടെയും കാണുന്നില്ല. ഉണ്ടോ ദൈവത്തിനറിയാം. ഉണ്ടെങ്കിലും ഉണ്ടാട്ടോ, ഇല്ലെങ്കിൽ ആ കൊള്ളിയെടുത്ത് വേറെ നടാം, ചാക്കിൻ്റെ അകത്ത് നടാം. അതിനാണ് ഞാൻ പിന്നെ ഒന്നാമത് കളിക്കുന്നത്. എന്നാൽ പിന്നെ നാളെ കപ്പ വേണമെന്ന് പറയുമ്പം എനിക്ക് പീടികയിൽ പോയിട്ട് കപ്പ പൊടിച്ചു കിട്ടാൻ കഴിയില്ല. അതാണ് ഞാനിപ്പോൾ ഇത് കളിക്കാൻ നോക്കുന്നു. ഉണ്ടല്ലേ, ഇതാ നോക്കട്ടെ. കത്തി എടുത്തിട്ട് കത്തി എടുത്തിട്ടില്ല, കത്തി എടുത്തിട്ട് വരണം. കത്തി എടുത്തിട്ട് ഞാൻ ആ കൊള്ളി അങ്ങ് കൊത്തട്ടെ ആദ്യം. കൊള്ളി കൊത്തിയെങ്കിലേ വേഗം പൊരിക്കാൻ എളുപ്പം ഉണ്ടാവില്ല. അല്ല ഞാൻ നല്ല കൊള്ളിയല്ലേ, അത് പിന്നെ പോയി പോവും. അതാണ്. പിന്നെ മാത്രമല്ല വീണിച്ച് പിന്നെ തേങ്ങ പറിക്കുമ്പോൾ വീണിട്ട് തേച്ചും പോയിപ്പോയി, ഇതിൻ്റെ തണ്ട് തേച്ചും പോയിപ്പോയി. അതുകൊണ്ട് ഇനി വെച്ച് നിർത്തിയിടത്തോളം നഷ്ടമേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം പൊരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതൊന്നും അറിയില്ല, ഒന്നും കാണുന്നില്ല. ഇതൊരു ഉറച്ച മണ്ണാണ്, ഒരു നല്ലൊരു ഇളക്കൂല മണ്ണൊന്നല്ല. ഞാൻ പിന്നെ വെറുതെ അവിടെ ഒരു കൊള്ളി കിട്ടിയാൽ അവിടെ നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കിട്ടുന്നുള്ള എടി സ്ഥലം നടാനില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന്. ഒന്നുമില്ല, ഇതിലൊന്നുമില്ല കേട്ടാ. ആഹാ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അമ്മ ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലതാ. യാ എത്രയാ കണ്ടാ, പക്ഷെ നീളം വന്നിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. നല്ലോണം ഉണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല. കണ്ടാ, ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടാ, നല്ലോണം കിഴങ്ങുണ്ട് കേട്ടാ. പക്ഷെ ആടെ അതിന് സൗകര്യമില്ല, അതുകൊണ്ട് കണ്ടാ ഒരു മരടുന്ന് കിട്ടിയത് കണ്ടാ. നോക്കറാ എത്രയാന്ന്. എൻ്റെ അമ്മേ, ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വെറുതെ നോക്കിയതാ, ഇത് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാന്ന്. എനിക്ക് നിങ്ങളെ കാണിക്കാനൊരു നാണക്കേട് ഉണ്ടായിരുന്നു, ഇതിൽ കിഴങ്ങ് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടേ. ഞാനിത് കൊത്തിയിട്ടിട്ട് കാണിച്ചു തരാം. ഒറ്റ ചൂടേ വേണ്ടു. ഇത് അമ്മ പറഞ്ഞതുകൊണ്ട് അതിന് കളക്കുന്നില്ല, കളക്കൂല. കണ്ടാ, നല്ലോണം ഉണ്ട്. ഒറ്റ ഒരു ചുമടല്ലേ ഉള്ളൂ, കാണുന്നില്ലേ. ഇതാ ഇതന്നെ. അത് ആ പ്ലാവിൻ്റെ തേങ്ങ വയ്ക്കുമ്പോൾ തേച്ച് കൊത്തിയിട്ടിട്ട് കളഞ്ഞൂട്ടി. അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടെല്ലാം പോയിപ്പോയി. അത് കുറെല്ലാം ഊരിപ്പോയി. അന്നേരം ഞാൻ വിചാരിച്ചത് പോയി പോകുന്നു. എന്തോ പോയിട്ടില്ല. കിഴങ്ങ് കിട്ടീനിട്ടാ, നല്ലോണം കിഴങ്ങുണ്ട്. ഞാൻ കാണിച്ചു തരാം.
ആ കണ്ടാ ഒരു ചോടുന്ന് കിട്ടിയതാണ്ടാ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ. ഒരു 3 കിലോനുണ്ട് കേട്ടാ. ഒരു 3 കിലോനുണ്ട്. കിഴങ്ങല്ലേ നല്ല വണ്ണമുണ്ട്. 2 ഉണ്ട് 1 കിലോന് കേട്ടാ. നിങ്ങളെ കുറച്ച് കുറവാന്ന് ഇരുന്ന് നല്ലോണം ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടാ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളിത് കാണിക്കാനായിട്ടാണ് ഞാൻ ഇത് കളിച്ചിന്. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പിന്നെ ഇതേപോലെ ഇന്നും നാളെയും എനിക്ക് ഉണ്ടാക്കാനും വിളവെടുക്കാനും എനിക്കുള്ള ആരോഗ്യം തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നും ഞാൻ എല്ലാ സമയത്തും ഞാൻ ഇതേപോലെ തന്നെ വിളവെടുത്തിട്ടും എല്ലാം ഞാൻ കാണിച്ചു തരും. ഇന്ന് ഓരോരോ വിളവ് ഞാൻ എടുക്കുന്നതിനെ കാണിച്ചു തരും. ഞാനിത് ഒറ്റപ്പടി പ്രതീക്ഷിച്ചില്ല. ഒരു 2 കേങ്ങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കുമ്പോൾ ഇത്രയും കേങ്ങുണ്ട്. 5-8 കേങ്ങുണ്ട് ആണെന്നില്ലേ. 3, 6, 7 കേങ്ങുണ്ട് കേട്ടാ. വലിയ വണ്ണവും ഉണ്ട്. ഇനിയും വണ്ണലമ്പൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ആക്കിന് കഴിച്ചത്. അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീടും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനില്ലേ. ഇനി നാളെയും നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ ഓരോരോ ട്രിക്കും പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഉണ്ട് ട്രിക്കുള്ള ഒരു വെറൈറ്റി കിഴങ്ങ് കളിക്കാനുണ്ടായി നല്ലോണം ഉണ്ടാവും. ഞാൻ മാന്തി നോക്കി കിഴങ്ങ് ഉണ്ടായി കേട്ടാ. ഞാൻ അതും നിങ്ങളെ കാണിച്ചു തരാം. ഒരു പേരുടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. നാളെ ഇന്ന് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.